2022-23 വർഷത്തെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചു. ഓണപരീക്ഷാ ടൈം ടേബിൾ, പാദവാർഷിക പരീക്ഷാ ടൈം ടേബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ടൈം ടേബിൾ നമുക്ക് പരിശോധിക്കാം. 1ാം ക്ലാസ്സിലെ പരീക്ഷാ ടൈം ടേബിൾ നോക്കാം. ആഗസ്റ്റ് 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 29/8/22 തിങ്കളാഴ്ച 10 മണി മുതൽ ഉദ്ഗ്രഥിതം 1ാം ദിവസം. 30/8/22 ചൊവ്വാഴ്ച 10 മണി മുതൽ ഉദ്ഗ്രഥിതം 2ാം ദിവസം. 31/8/22 ബുധനാഴ്ച 10 മണി മുതൽ ഉദ്ഗ്രഥിതം 3ാം ദിവസം. 1/9/2022 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ അറബിയോ സംസ്കൃതമോ തെരഞ്ഞെടുത്ത കുട്ടികൾക്കുള്ള പരീക്ഷ. ഇത്രയും പരീക്ഷയാണ് 1ാം ക്ലാസ്സിൽ ഈ വർഷം പാദവാർഷിക പരീക്ഷയിൽ നടക്കുന്നത്. 1ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ രാവിലെ തുടങ്ങിയത് തീരുന്ന മുറയ്ക്ക്, അതായത് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ് എന്ന് ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചില പ്രവർത്തനങ്ങളൊക്കെ കളർ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ക്രയോൺ കൊടുത്തു വിടുന്നത് നന്നായിരിക്കും. ഇത്രയുമാണ് 1ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ. 2ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ നോക്കാം. 26/8/2022 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ അറബിയോ സംസ്കൃതമോ ഏതാണ് തെരഞ്ഞെടുത്തത് ആ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ഉദ്ഗ്രഥിതം 1ാം ദിവസം. 30-ാം തീയതി രാവിലെ 10 മണി മുതൽ ഉദ്ഗ്രഥിതം 2ാം ദിവസം. 31-ാം തീയതി രാവിലെ 10 മണി മുതൽ ഉദ്ഗ്രഥിതം 3ാം ദിവസം. സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 10 മണി മുതൽ ഇംഗ്ലീഷ് പരീക്ഷയാണ്. ഇത്രയും പരീക്ഷകളിലാണ് ഈ വർഷം 2ാം ക്ലാസ്സിൽ നടക്കുന്നത്. 2ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ തീരുന്ന മുറയ്ക്ക് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ് എന്ന് അധ്യാപകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിലും ക്രയോൺസും മറ്റ് സാമഗ്രികളും കൊടുത്തു വിടേണ്ടതാണ്. പല പ്രവർത്തനങ്ങളിലും കളർ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും. 3ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷ ടൈം ടേബിൾ നോക്കാം. 26/8/2022 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 29/8/2022 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ പരിസര പഠന പരീക്ഷയാണ്. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ അറബിയോ സംസ്കൃതമോ പരീക്ഷ നടക്കുന്നതാണ്. 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഗണിതം പരീക്ഷയാണ് നടക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ മലയാളം, തമിഴ്, കന്നഡ ഏതാണ് തെരഞ്ഞെടുത്തത് ആ കുട്ടികൾക്ക് ആ വിഷയത്തിൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. കുട്ടികൾ തന്നിരിക്കുന്ന ചോദ്യപേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. 3ാം ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ തീരുന്ന മുറയ്ക്ക് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ്. കുട്ടികളുടെ കയ്യിൽ ക്രയോൺസും മറ്റ് എഴുത്ത് സാമഗ്രികളും കൊടുത്തുവിടേണ്ടതാണ്. 4ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷാ ടൈം ടേബിൾ പരിശോധിക്കാം. 26/8/2022 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ മലയാളം, തമിഴ്, കന്നഡ ഇതിലേത് വിഷയമാണോ തെരഞ്ഞെടുത്തത് ആ വിഷയത്തിൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഗണിതം പരീക്ഷ. 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ അറബി അല്ലെങ്കിൽ സംസ്കൃതം പരീക്ഷ നടക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ പരിസര പഠനം പരീക്ഷ നടക്കുന്നതായിരിക്കും. 4ാം ക്ലാസ്സുകാർക്ക് ഈ വർഷം ഇത്രയും പരീക്ഷകളാണ് പാദവാർഷിക പരീക്ഷയായി നടക്കുന്നത്. കുട്ടികൾ തന്നിരിക്കുന്ന ചോദ്യപേപ്പറിൽ തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ഉത്തരം എഴുതിയതിനു ശേഷം അത് ടീച്ചറെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. 4ാം ക്ലാസ്സിൽ പ്രവർത്തനങ്ങൾ തീരുന്ന മുറയ്ക്ക് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ്. അതായത് ഉച്ചയോടുകൂടി അവരുടെ പരീക്ഷ തീരുന്നതാണ്. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ എഴുത്ത് സാമഗ്രികളും ക്രയോൺസും സ്കെയിലും കരുതേണ്ടതാണ്. 5ാം ക്ലാസ്സിൽ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷാ ടൈം ടേബിൾ നോക്കാം. 24-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. ആഗസ്റ്റ് 24, 2022 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ മലയാളം, അറബി, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു ഏതെങ്കിലും ഒരു ഭാഷയിൽ പരീക്ഷ നടക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ഏത് ഭാഷയാണോ തിരഞ്ഞെടുക്കുന്നത് ആ ഭാഷയിലുള്ള പരീക്ഷയാണ് അന്ന് നടക്കുന്നത്. 25-ാം തീയതി രാവിലെ 10 മണി മുതൽ 12:15 വരെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ മലയാളം 2 പരീക്ഷയാണ്. അതായത് അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ്. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ സാമൂഹ്യശാസ്ത്രം പരീക്ഷ നടക്കുന്നതായിരിക്കും. 30-ാം തീയതി രാവിലെയും ഉച്ചകഴിഞ്ഞും പരീക്ഷയുണ്ട്. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ അടിസ്ഥാന ശാസ്ത്രം പരീക്ഷയും അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം പരീക്ഷയും നടക്കുന്നതാണ്. 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഗണിതം പരീക്ഷയായിരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഹിന്ദി പരീക്ഷ നടക്കുന്നതാണ്. കുട്ടികൾ ചോദ്യപേപ്പറിലല്ല ഉത്തരപേപ്പറിലാണ് ഉത്തരം എഴുതേണ്ടത്.
എന്നാൽ ഉറുദു, ഹിന്ദി എന്നീ വിഷയങ്ങളുടെ ഉത്തരങ്ങൾ ചോദ്യപേപ്പറിൽ തന്നെ എഴുതുവാനുള്ള സൗകര്യമുണ്ട്. നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ അധ്യാപകർ ഏത് രീതിയിൽ എഴുതണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെ എഴുതുന്നതാണ് നല്ലത്. അതേപോലെ കുട്ടികൾ ക്രയോൺസ്, സ്കെയിൽ, പെൻസിൽ ഇവ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. സയൻസിലും ഗണിതത്തിലുമൊക്കെ ചിലപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പെൻസിൽ, കട്ടറും നിർബന്ധമായും കയ്യിൽ കരുതുക. 6ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷാ ടൈം ടേബിൾ പരിശോധിക്കാം. ആഗസ്റ്റ് 24-ാം തീയതി ബുധനാഴ്ചയാണ് പരീക്ഷ തുടങ്ങുന്നത്. 24-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ മലയാളം, അല്ലെങ്കിൽ അറബി, അല്ലെങ്കിൽ സംസ്കൃതം, അല്ലെങ്കിൽ തമിഴ്, അല്ലെങ്കിൽ കന്നഡ, ഉറുദു ഇതിലേത് ഭാഷയാണോ തെരഞ്ഞെടുത്തത് ആ ഭാഷയിലുള്ള പരീക്ഷ നടക്കും. 25-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ ഹിന്ദി പരീക്ഷയാണ്. 26-ാം തീയതി വെള്ളിയാഴ്ച 2 മണി മുതൽ 4:15 വരെ മലയാളം 2 അടിസ്ഥാന പാഠാവലി പരീക്ഷയാണ്. 29-ാം തീയതി തിങ്കളാഴ്ച 1:30 മുതൽ 3:45 വരെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയാണ്. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഗണിതം പരീക്ഷ. അന്ന് രാവിലെയാണ് പരീക്ഷ, അക്കാര്യം കുട്ടികൾ ശ്രദ്ധിക്കുക. 31-ാം തീയതി ബുധനാഴ്ച 1:30 മുതൽ 3:45 വരെ ഇംഗ്ലീഷ് പരീക്ഷ. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ അടിസ്ഥാന ശാസ്ത്രവും അന്ന് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ കല, പ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം പരീക്ഷയും നടക്കുന്നതാണ്. അപ്പോൾ 1-ാം തീയതി രാവിലെയും ഉച്ചകഴിഞ്ഞും പരീക്ഷയുണ്ട്. കുട്ടികൾ എല്ലാ വിഷയങ്ങളും ഉത്തര പേപ്പറിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇൻസ്ട്രുമെന്റ് ബോക്സ്, ക്രയോൺസ്, സ്കെയിൽ, പെൻസിൽ എന്നിവ കരുതണം. 6ാം ക്ലാസ്സിലെ മാത്സിലും സോഷ്യലിലും സയൻസിലും ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പെൻസിലും കട്ടറും റബ്ബറും എല്ലാവരും കയ്യിൽ കരുതേണ്ടതാണ്. 7ാം ക്ലാസ്സിലെ ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷാ ടൈം ടേബിൾ പരിശോധിക്കാം. ആഗസ്റ്റ് 24-ാം തീയതിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 24-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 25-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:45 വരെ മലയാളം 2 പരീക്ഷയാണ്, അതായത് അടിസ്ഥാന പാഠാവലി പരീക്ഷയാണ്. 26-ാം തീയതി വെള്ളിയാഴ്ച 2 മണി മുതൽ 4:15 വരെ മലയാളം, അറബി, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു ഇതിലേത് ഭാഷയാണോ തിരഞ്ഞെടുത്തത് ആ ഭാഷയിലുള്ള പരീക്ഷ നടക്കുന്നതാണ്. അന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. 29-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ ഗണിതം പരീക്ഷയാണ്. 30-ാം തീയതി ചൊവ്വാഴ്ച 1:30 മുതൽ 3:45 വരെ അടിസ്ഥാന ശാസ്ത്രം പരീക്ഷയാണ്. 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:15 വരെ ഹിന്ദി പരീക്ഷയാണ്. അതോടൊപ്പം തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:45 വരെ കല, പ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം പരീക്ഷയും നടക്കുന്നതാണ്. അപ്പോൾ 31-ാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:45 വരെ സാമൂഹ്യശാസ്ത്രം പരീക്ഷ നടക്കുന്നതാണ്. കുട്ടികൾ എല്ലാ വിഷയങ്ങളും ഉത്തരപേപ്പറിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇൻസ്ട്രുമെന്റ് ബോക്സ്, ക്രയോൺസ്, സ്കെയിൽ, പെൻസിൽ എന്നിവ കരുതണം. മാത്സ്, സയൻസ്, സോഷ്യൽ എന്നീ വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഓരോ ചിത്രങ്ങൾ വരയ്ക്കാനോ ചിത്രങ്ങൾ അടയാളപ്പെടുത്താനോ ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറായി പോകേണ്ടതാണ്. 8ാം ക്ലാസ്സിൽ ഈ വർഷം നടക്കുന്ന ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ടൈം ടേബിൾ പരിശോധിക്കാം. 24-ാം തീയതി ബുധനാഴ്ച രാവിലെ 1:30 മുതൽ 3:15 വരെ 1ാം ഭാഷ പേപ്പർ 1 ആണ് നടക്കുന്നത്. 25-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:15 വരെ ഇംഗ്ലീഷ് പരീക്ഷ. 26-ാം തീയതി രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 വരെ കലാകായിക പ്രവൃത്തി പരിചയം പരീക്ഷയാണ്. 2 മുതൽ 3:45 വരെ ഹിന്ദി പരീക്ഷയും നടക്കുന്നതാണ്. 29-ാം തീയതി തിങ്കളാഴ്ച 1:30 മുതൽ 3:15 വരെ സാമൂഹ്യശാസ്ത്രം പരീക്ഷ നടക്കും. 30-ാം തീയതി ചൊവ്വാഴ്ച 1:30 മുതൽ 3:15 വരെ 1ാം ഭാഷ പേപ്പർ 2 നടക്കുന്നതാണ്. 31-ാം തീയതി ബുധനാഴ്ച 1:30 മുതൽ 3:45 വരെ അടിസ്ഥാന ശാസ്ത്രം പരീക്ഷയാണ് നടക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:15 വരെ ഗണിതം പരീക്ഷയാണ് നടക്കുന്നത്. കുട്ടികൾ എല്ലാ വിഷയങ്ങളും ഉത്തരപേപ്പറിലാണ് ഉത്തരം എഴുതേണ്ടത്. ഇൻസ്ട്രുമെന്റ് ബോക്സ്, സ്കെയിൽ, പെൻസിൽ എന്നിവ കരുതുന്നത് നല്ലതാണ്. 9ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ടൈം ടേബിൾ പരിശോധിക്കാം. 24-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 24 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ സാമൂഹ്യശാസ്ത്രം പരീക്ഷയാണ്. 25-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ ഇംഗ്ലീഷ് പരീക്ഷ. അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ കലാകായിക പ്രവൃത്തി പരിചയം പരീക്ഷയും നടക്കും. 26-ാം തീയതി വെള്ളിയാഴ്ച 10 മണി മുതൽ 11:45 വരെ ഹിന്ദി പരീക്ഷ. 29-ാം തീയതി തിങ്കളാഴ്ച 10 മണി മുതൽ 12:45 വരെ ഗണിതം പരീക്ഷ. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ കെമിസ്ട്രി പരീക്ഷയും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ ഫിസിക്സ് പരീക്ഷയും ഉണ്ടായിരിക്കും. 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ ബയോളജി പരീക്ഷയാണ്.
സെപ്റ്റംബർ 1 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ ഒന്നാം ഭാഷ പേപ്പർ 1 നടക്കുന്നതായിരിക്കും. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് 1:30 മുതൽ 3:15 വരെ ഒന്നാം ഭാഷ പേപ്പർ 2 നടക്കുന്നതായിരിക്കും. 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഉത്തരപേപ്പറിൽ ഖണ്ഡിക തിരിച്ച് വൃത്തിയായി ഉത്തരം എഴുതണം. ഇൻസ്ട്രുമെന്റ് ബോക്സ്, സ്കെയില്, പെൻസിൽ മുതലായവ കയ്യിൽ കരുതേണ്ടതാണ്. 10ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ടൈം ടേബിൾ പരിശോധിക്കാം. 24-ാം തീയതി മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത്. 24-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ ഗണിതം പരീക്ഷയാണ്. 25-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ ഇംഗ്ലീഷ് പരീക്ഷ. 26-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ ഒന്നാം ഭാഷ പേപ്പർ 1 പരീക്ഷയും അന്നേ ദിവസം തന്നെ 2 മണി മുതൽ 3:45 വരെ ഒന്നാം ഭാഷ പേപ്പർ 2വുമാണ്. അത് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് 2 മണിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ 2 മണിക്ക് തുടങ്ങുന്നത്. 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ ഹിന്ദി പരീക്ഷയും അന്നേ ദിവസം 1:30 മുതൽ 3:15 വരെ ബയോളജി പരീക്ഷയും നടക്കും. 30-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ ഫിസിക്സ് പരീക്ഷയും 31-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 11:45 വരെ കെമിസ്ട്രി പരീക്ഷയും നടക്കും. സെപ്റ്റംബർ 1 തീയതി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 12:45 വരെ സാമൂഹ്യ ശാസ്ത്രം പരീക്ഷയാണ് നടക്കുന്നത്. ഇത്രയും പരീക്ഷയാണ് ഈ വർഷം 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിനേഷന് നടക്കുന്നത്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉത്തരപേപ്പറിൽ ഖണ്ഡിക തിരിച്ച് വൃത്തിയായി ഉത്തരം എഴുതണം. കാരണം അവർക്ക് അടുത്ത ഒരു മിഡ് ടൈം എക്സാം കൂടി കഴിഞ്ഞാൽ അവരുടെ പബ്ലിക് പരീക്ഷയാണ്. പബ്ലിക് പരീക്ഷയ്ക്ക് മുന്നിലുള്ള ഒരു ആദ്യത്തെ പരീക്ഷ എന്ന നിലയ്ക്ക് ഈ പരീക്ഷ വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് എഴുതേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, 1-2 പെൻസിൽ, സ്കെയിൽ എന്നിവ കയ്യിൽ കരുതണം. പെൻസിലിന്റെ മുന ഒടിഞ്ഞു പോയാൽ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും നമുക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് 2-3 പെൻസിൽ നല്ല മുനയോട് കൂടിയത് കയ്യിൽ കരുതുക, പ്രത്യേകിച്ച് മാത്സ് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ. അതോടൊപ്പം തന്നെ സമയം പാലിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഉത്തരങ്ങൾ പൂർത്തിയാക്കി ശീലിക്കേണ്ടതാണ്. കയ്യിലൊരു വാച്ച് ഉണ്ടെങ്കിൽ അതിൽ നോക്കിക്കൊണ്ട് നമ്മളെ സമയം നന്നായി അറിയുന്ന ഉത്തരങ്ങൾക്ക് വാരി വലിച്ചെഴുതുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ പബ്ലിക് പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് നന്നായി പഠിച്ച് ഒരു പബ്ലിക് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുകയാണെന്നുള്ള ഭാവത്തോടു കൂടിയും തയ്യാറെടുപ്പോടും കൂടി മാത്രമേ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ ഇത്രയുമാണ് ഈ വർഷത്തെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ടൈം ടേബിളുകൾ. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.